പ്രഷറിനെ പറ്റി നമ്മൾ പറയുന്ന ഇതാണ്. നിങ്ങൾക്ക് അവിടെ ഒരു മോട്ടർ കാണാം, ഒരു ഹോസ് ഉണ്ട്, ചെടിയുണ്ട്, അതിൽ കൂടെ വെള്ളം വരുന്നു. ഈ മോട്ടർ എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹോസ് എന്ന് പറയുന്നത് രക്തക്കുഴൽ ആണ്. ചെടി എന്ന് പറയുന്നത് വൃക്കയാണ്. അമിതമായിട്ട് മോട്ടർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഹോസ് പൊട്ടും, ചെടികൾക്ക് വെള്ളം കിട്ടത്തില്ല. രക്താതി സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ മര്യാദയ്ക്ക് പിടിച്ചു നിർത്തുന്നില്ല എങ്കിൽ നമ്മളുടെ സ്വന്തം വൃക്കയും കൂടെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. തലച്ചോറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഞാൻ നേരത്തെ പറഞ്ഞു പ്രമേഹം, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇത് മൂന്നും ഒരമ്മ പെറ്റ അളിയന്മാരാണ്. പ്രമേഹത്തോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദവും വരും. അങ്ങനെ വരുമ്പോൾ പണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ പറയും, ന്യൂറോളജി വാർഡിൽ പോയി കേസ് എടുക്കുക. ശരീരം തളർന്നു കിടക്കുന്ന രോഗികളിൽ ഒരു 100 പേരെ നിങ്ങൾ കേസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, എങ്ങനെയാണ് അസുഖം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ 90 പേരുടെയും മറുപടി എന്തായിരിക്കും എന്നറിയാമോ? ആൾക്കാർ പറയും, പ്ലഷറിന് ഗുളിക കഴിക്കായിരുന്നു. നാട്ടിൻപുറത്ത് പ്രഷർ എന്നല്ല പറയുക, പ്ലഷർ ഇങ്ങനെയാണ് പറയുക. പ്ലഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തെക്കേതിലെ തങ്കമ്മ വന്നിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് ഗുളിക നിർത്തി. ഗുളിക നിർത്തിയതുകൊണ്ട് പ്രഷർ അടിച്ച് ശരീരം തളർന്നു. ആട്ടെ, തങ്കമ്മയ്ക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ട്? തങ്കമ്മ സ്കൂളിൽ പോയിട്ടില്ല. നമ്മളിങ്ങനെ മരമെട്ടുകാരനായിരുന്നോ അച്ഛൻ? മരമെട്ടുകാരുടെ മക്കളാണല്ലോ സ്കൂളിൽ പോകാത്തത്. അങ്ങനെയാണല്ലോ സിനിമ ഡയലോഗ്. അപ്പോൾ ഈ യാതൊരു ബോധവുമില്ലാത്ത ആൾക്കാർ പറയുന്നത് അപ്പടി വീഴുക എന്നുള്ളത് മലയാളിയുടെ മുഖമുദ്രകളിൽ ഒന്നാണ്. നമ്മൾ സാധാരണ BP നോക്കുമ്പോൾ അറിയാം, ഈ കഫം കൊണ്ട് കെട്ടിക്കഴിയുമ്പോൾ തന്നെ BP നോക്കുമ്പോൾ ഇതൊരു 150, 200 ആകുമ്പോൾ തന്നെ നമ്മുടെ ഇത്രയും വലിയ കൈക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് അഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം തലച്ചോറിലെ മുടിനാര് വണ്ണത്തുള്ള രക്തക്കുഴലുകൾക്ക് 200 എന്നൊക്കെ പറഞ്ഞാൽ രക്തസമ്മർദ്ദം എത്രയായിരിക്കും? എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുക? ഒന്നുകിൽ അത് പൊട്ടിച്ചിതറി, ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും, രക്തക്കുഴൽ പൊട്ടിച്ചിതറിയിട്ട് ഒരു വശം തളരും. അതല്ല എങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, പ്രമേഹം അനിയന്ത്രിതമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികമുള്ള ഗ്ലൂക്കോസ് കൊഴുപ്പായിട്ട് മാറും, ഫാറ്റി ആസിഡായിട്ട് മാറും. ഇത് രക്തക്കുഴലുകൾക്കകത്ത് അടച്ചിൽ വന്നിട്ടും നമുക്ക് സ്ട്രോക്ക് വരും.